ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ തന്നെ നല്ല മൊഞ്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ലെഫ്റ്റ് ഓവർ ദോശയും യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ പുതിയതായിട്ട് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഉഴുന്നും ദോശൻ്റെ ബാറ്റർ ഒരു തവയിലേക്ക് ഇതുപോലെ തിന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗീ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി മൊരിഞ്ഞ് വരാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ദോശ എടുക്കുക. അതുപോലെ ഒരു ദോശയും കൂടെ ചെയ്തെടുക്കുക. ഒരു റോളിന് 2 ദോശയാണ് വേണ്ടത്. അതുപോലെ തന്നെ തിന്നായിട്ട് ദോശ ചുറ്റിച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ അതെടുക്കുക. മൊരിഞ്ഞ് വരാനോ ഒന്നും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണം ഇത് റോൾ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ പൊട്ടിപ്പോവും മൊരിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാൻ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും പിന്നെ ഉപ്പ്, മുളക് പൊടി, പിന്നെ കറിവേപ്പില, മല്ലിയില എന്ത് വേണമെങ്കിലും വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. നന്നായി പേസ്റ്റ് പോലെ അരിഞ്ഞ് വരണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ദോശയിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് ഈ ചമ്മന്തി താളിച്ചൊഴിക്കുക. കടുകും കറിവേപ്പിലെല്ലാം ഇട്ട് താളിച്ചൊഴിച്ചിട്ടും വെച്ച് കൊടുക്കുക. ഇനി നന്നായി സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ദോശയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നന്നായി ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ടാക്കി കൊടുക്കുമ്പോൾ നല്ല മൊഞ്ചുണ്ട് കാണാൻ. അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കി കൊടുക്കുക. ഇങ്ങനെ കട്ടാക്കിയിട്ട് ആ ചമ്മന്തി അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ്. ഇതിന് കോമ്പിനേഷനായിട്ട് ബാജിയോ തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ മസാല ദോശൻ്റെ മസാലയോ എന്ത് വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് കൊടുക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വിൽ ബി ബാക്ക് അനദർ വീഡിയോ ഇൻഷാ അല്ലാഹ്.